ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ക്ലേ സ്റ്റോറിയുടെ പാർട്ട് 2 ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ചൊരു പോർഷൻ എടുത്തിട്ടാണ് അത്രയും കുളമാക്കി കളഞ്ഞിട്ടുള്ളത്. കുളമാക്കിയതെന്ന് പറയുന്നത് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പണിയായിരുന്നു കേട്ടോ. കാരണം ഒരു 2-3 മണിക്കൂർ പോയ വഴി ഞാൻ അറിഞ്ഞിട്ടില്ല. നല്ല പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ ബാലൻസ് ഉണ്ടായിരുന്ന ക്ലേ എടുത്തിട്ട് ഇത് ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉണ്ടെന്ന് പോയി. ഇതിൽ ഞാൻ വാട്ടറൊന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കൈ വെച്ച് തന്നെ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അകത്തെ പോർഷൻസ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ എടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ അത് കിട്ടും. എന്നിട്ടൊന്ന് ഞാൻ റൗണ്ടാക്കി കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വാട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമുക്കിത് ഈ ഒരു ഷേപ്പ് കിട്ടും. മഗ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ എയിം. അപ്പം ഞാനൊരു ഹാൻഡിലൂടെ ചെയ്യുവാണ്. അതുപോലെ തന്നെ ഒരു ക്ലേ എടുത്തിട്ട് അധികം വെള്ളമൊന്നും യൂസ് ചെയ്യാതെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വെള്ളം യൂസ് ചെയ്യുക കേട്ടോ. അതാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ച പാഠം. അപ്പം ഞാൻ ഇതുപോലൊരു ഹാൻഡിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് സ്റ്റിക്കാക്കി കൊടുക്കുവാണ്. സ്റ്റിക്കാക്കി കൊടുക്കുന്നത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്ലേ, കുഴച്ച് കുളമാക്കിയില്ലേ ക്ലേ, ആ ക്ലേ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മഗ് ഇതാ ഈ ഒരു രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി. എന്തൊക്കെ ചെയ്ത് നോക്കിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ അതിൽ മൊത്തം ക്രാക്കായി. പിന്നെ ഞാൻ വീണ്ടും വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി എടുത്ത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുത്തപ്പോൾ ഈ ഒരു ഷേപ്പായി. പിന്നെ ഞാൻ നമ്മളെ ബേസ് കോട്ട് വൈറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പണി പാളിയത് പെയിൻ്റ് അടിക്കുന്ന കാര്യത്തിലാണ്. മര്യാദയ്ക്ക് ഇങ്ങനെ വെള്ളമായിട്ട് വെച്ചെങ്കിലും ഞാനുണ്ടാക്കിയ മഗ്ഗല്ലേ എന്ന് വിചാരിച്ച് വെച്ചേക്കായിരുന്നു. ഞാനാണെങ്കിൽ വീണ്ടും കളർ ചെയ്തു. കളറ് എന്തെങ്കിലും സിമ്പിളായിട്ട് ചെയ്താൽ മതി എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ അങ്ങ് കുളമായിപ്പോയി. ഇത്രയിലങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു. പിന്നെ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുളമാക്കാതെ സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ മഗ്ഗൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള മഗ്ഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗിവ് അവേ നാളെ ഞാൻ പറയാം കേട്ടോ. നാളത്തെ വീഡിയോയിൽ നമ്മുടെ ഗിവ് അവേയുടെ ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ടാറ്റ, ബൈ.